ഇലക്ട്രോകെമിസ്ട്രി എന്ന പാഠഭാഗത്തിലെ മറ്റൊരു സെഷൻ കൈകാര്യം ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ കുറിച്ച്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കുറിച്ച്, ഇലക്ട്രോഡ് സെൽ പൊട്ടൻഷ്യൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സെഷനിൽ ഞാൻ നേൺസ്റ്റ് ഇക്വേഷനെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോകെമിസ്ട്രി എന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നേൺസ്റ്റ് ഇക്വേഷൻ. കാരണം ഹയർ സെക്കൻഡറി പരീക്ഷകളിലെ മുൻകാല ചോദ്യ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല രീതിയിൽ പല തവണ ഈ ഭാഗം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1/2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണമെന്ന് അറിയിക്കും. ഈ ഭാഗത്ത് നമ്മളൊരു ഡെറിവേഷനിലൂടെയാണ് പോകുന്നത്. നേൺസ്റ്റ് ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട 2-3 ഇക്വേഷൻ വേറെയുമുണ്ട്. ഒരു ഡെറിവേഷൻ രൂപത്തിലായത് കാരണം എല്ലാവരും ഒരു നോട്ട്ബുക്കും ഒരു പേനയും എടുത്ത് തയ്യാറായിരിക്കും. ഡെറിവേഷന്റെ ഓരോ സ്റ്റെപ്പും അതാ സമയത്ത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിയും. നമുക്ക് ആദ്യം എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് നേൺസ്റ്റ് ഇക്വേഷൻ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, നമുക്ക് ഒരു ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് കാണണമെങ്കിൽ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഇലക്ട്രോകെമിക്കൽ സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഏത് ഇലക്ട്രോഡിനെ, സിങ്ക് ഇലക്ട്രോഡിന്റെയോ കോപ്പർ ഇലക്ട്രോഡിന്റെയോ മഗ്നീഷ്യം ഇലക്ട്രോഡിന്റെയോ ഒക്കെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിനും അവൈലബിൾ ആണ്. എന്നാൽ എല്ലാ കോൺസെൻട്രേഷനുമുള്ള ഇലക്ട്രോലൈറ്റോട് കൂടിയ ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മോളാണ് നമ്മൾ പരിഗണിക്കാറ്. അല്ലാതെ അറ്റ് എനി കോൺസെൻട്രേഷൻ, ഏത് കോൺസെൻട്രേഷൻ ആണെങ്കിലും ആ അവസ്ഥയിൽ ഇലക്ട്രോഡിന്റെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ അതിനുപയോഗിക്കുന്നതാണ് നേൺസ്റ്റ് ഇക്വേഷൻ. So we can say Nernst equation used to calculate the electrode and cell potential at any concentration. അതിനു വേണ്ടിയുള്ളതാണ് Nernst equation. നമുക്കൊരു ഇലക്ട്രോഡ് നടക്കുന്ന റിയാക്ഷൻ പരിശോധിക്കാം. ഈ ഇക്വേഷൻ നോക്കൂ, എന്താണ് അതില്? Mn plus n electron gives M solid. ഒരു മെറ്റലാണ്, പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ അയോൺ n ഇലക്ട്രോണിനെ റിസീവ് ചെയ്തിട്ട് മെറ്റൽ ആറ്റമായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നേൺസ്റ്റ് ഇക്വേഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. ഇക്വേഷൻ 2 എന്താണത് കാണുന്നത്? E of Mn plus bar M is equal to E naught Mn plus bar M minus RT by NF Ln concentration of M by concentration of Mn plus. അല്ല, ആദ്യത്തെ ടേം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ E of Mn plus bar M എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു E naught Mn plus bar M എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് ഇലക്ട്രോഡ് മൈനസ് RT by NF Ln കോൺസെൻട്രേഷൻ ഓഫ് എം, സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണെന്ന് ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. കോൺസെൻട്രേഷൻ ഓഫ് എം ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ ശ്രദ്ധിക്കാം. നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ്സ് ഈസ് ടേക്കൺ ആസ് യൂണിറ്റി. ആ ഒരു കോൺസെപ്റ്റ് രണ്ടാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇക്വേഷൻ 3 കിട്ടും. എന്താ ഇക്വേഷൻ 3 ശ്രദ്ധിച്ചു നോക്കൂ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് RT by NF Ln 1 by കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ ഇക്വേഷനിൽ നിങ്ങൾക്ക് അറിയാം, ഇക്വേഷൻ 3 ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലും മാറുന്നതാണ്. ഓക്കെ, ഇനി ഇക്വേഷൻ 3 ഒന്ന് ശ്രദ്ധിക്കുക. അതിലെ ടേംസ് ഒന്ന് പരിചയപ്പെടാം. അതില് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ആണ്. വലതു ഭാഗത്ത് ആദ്യം വരുന്നത് എന്താണ്? E naught Mn plus bar M എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ,
അതുപോലെ തന്നെ n, സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്. അവിടെ ആ റിയാക്ഷൻ നടന്നപ്പോൾ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു. സാധാരണ Cu2+ ആണെങ്കിൽ 2 ഇലക്ട്രോണാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Ag+ ആണെങ്കിലോ 1 ഇലക്ട്രോൺ. Al3+ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും? 3 ഇലക്ട്രോൺ. മനസ്സിലായല്ലോ. ഇനി അടുത്തത് R എന്താ നോക്കാം. നമുക്ക് പരിചയമുണ്ട്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ എന്താണ്? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഓക്കെ. അടുത്ത F എന്ന് പറഞ്ഞാൽ ഫാരഡേ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 96,487 കൂളം പെർ മോൾ. അതാണ് 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻ ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അടുത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ടേക്കൺ ഇൻ കെൽവിൻ. കെൽവിനിലുള്ള ടെമ്പറേച്ചർ ആണ് T എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് Mn+. അത് വന്നു കഴിഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ സ്പീഷീസ് Mn+. Mn+ എന്ന് പറയുന്ന സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇക്വേഷൻ 3 എല്ലാ ടേംസും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ കണക്കാക്കാൻ വേണ്ടിയുള്ള നേഴ്സ് ഇക്വേഷന്റെ ഡെറിവേഷനിലേക്ക് പോകാം. അതിൽ നമുക്ക് പരിചയമുള്ള ഒരു സെല്ലിനെ പരിഗണിക്കാം. ഡാനിയൽ സെൽ എല്ലാവർക്കും അറിയാമോ. ഏതൊക്കെ ഇലക്ട്രോഡ് അതിനകത്തുള്ളത്? സിംഗിൾ ഇലക്ട്രോഡ് ഉണ്ട്, കോപ്പർ ഇലക്ട്രോഡ് ഉണ്ട്, അറിയാലോ. അപ്പൊ ആ 2 ഇലക്ട്രോഡിനുള്ള നേഴ്സ് ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോ കാഥോഡിൽ ഏതാണ്? കോപ്പർ ആണ് കാഥോഡ്, നമുക്കറിയാലോ. അപ്പൊ കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇക്വേഷൻ നമ്പർ 4. എന്താണ്? EOCU2 plus bar Cu is equal to E0Cu2 plus bar Cu minus RT by 2F. എന്നുള്ളത് 2 ആയിട്ട് തന്നെ എടുക്കുക. 2 ഇലക്ട്രോൺ ആണ് കോപ്പർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. RT by 2F ln 1 by Cu2 plus 1 by കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus. കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ അവിടെ സൂചിപ്പിക്കും. ഇക്വേഷൻ 4 വ്യക്തമാണല്ലോ. എഴുതിയെടുക്കാൻ മറക്കരുത്. ഓരോ ഇക്വേഷൻ നമ്പർ ഇട്ട് തന്നെ എഴുതിയിരിക്കണം, എന്നാലേ ഡെറിവേഷനിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഓക്കെ. നമുക്ക് ഈ സിംഗിൾ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ കാണാനുള്ള നേഴ്സ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇക്വേഷൻ 5 ഒന്ന് ശ്രദ്ധിക്കൂ. EOZN2 plus bar Zn is equal to E0Zn2 plus bar Zn minus RT by 2F ln 1 by concentration of Zn2 plus. സിംഗിൾ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ നേഴ്സ് ഇക്വേഷൻ. ഓക്കെ. നമുക്കറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ ഏതാണ്? ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സെൽ ഈസ് ഈക്വൽ ടു E ഓഫ് കാഥോഡ് മൈനസ് E ഓഫ് ആനോഡ്. എല്ലാവർക്കും അറിയാണ്ടോ ഇക്വേഷൻ. ആ ഡാനിയൽ സെല്ലിലേക്ക് മാറ്റുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇക്വേഷൻ 6 ഒന്ന് ശ്രദ്ധിക്കൂ. E ഓഫ് സെൽ ഈസ് ഈക്വൽ ടു E ഓഫ് കോപ്പർ ഇലക്ട്രോഡ്. കാഥോഡ് ആണ് കോപ്പർ, അപ്പൊ E ഓഫ് കോപ്പർ ഇലക്ട്രോഡ് മൈനസ് പൊട്ടൻഷ്യൽ ഓഫ് സിംഗിൾ ഇലക്ട്രോഡ്. അതാണ് ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ 6. ഓക്കെ. ഇനി ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ആ ഇക്വേഷൻ 4ഉം 5ഉം ഇക്വേഷൻ 6ലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ. 4ഉം 5ഉം ഇക്വേഷൻ 6ലേക്ക് ഒന്ന് ചേർക്കുക. ഇക്വേഷൻ 6 നോക്കൂ. ഈ സെൽ ഈസ് ഈക്വൽ ടു E ഓഫ് കോപ്പർ ഇലക്ട്രോഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഇലക്ട്രോഡ് മൈനസ് പൊട്ടൻഷ്യൽ ഓഫ് സിംഗിൾ ഇലക്ട്രോഡ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആദ്യം പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഇലക്ട്രോഡിന്റെ സ്ഥാനത്ത് ഇക്വേഷൻ 4, അതാണല്ലോ കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ഇക്വേഷൻ, അത് ചേർക്കുക. ചേർത്തല്ലോ. ഇനി മൈനസ് ഇക്വേഷൻ 6 ശ്രദ്ധിക്കണം. മൈനസ് ഇക്വേഷൻ 6ലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ രണ്ടാമത്തെ ടേം സിംഗിൾ ഇലക്ട്രോണിന്റെ സ്ഥാനത്ത് എന്ത് ചേർക്കണം? ഇക്വേഷൻ 5 ചേർക്കുക. ആ സൈനൊക്കെ ശ്രദ്ധിക്കണേ. മൈനസ് സൈൻ കോമൺ ആയി വരുമ്പോഴുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതണം. എഴുതിയല്ലോ. അപ്പൊ എന്ത് കിട്ടി? ഇക്വേഷൻ 7 കിട്ടി. എല്ലാവർക്കും കിട്ടിയല്ലോ. എന്താ ഇക്വേഷൻ 7? ഈ സെൽ ഈസ് ഈക്വൽ ടു E0Cu2 plus bar Cu minus RT by 2F ln by 1 by concentration of Cu2 plus minus E0Zn2 plus bar Zn plus RT by 2F. ആ പ്ലസ് എങ്ങനെ വന്നു നമുക്ക് മനസ്സിലായില്ലേ? പ്ലസ് RT by 2F ln 1 by Zn2 plus ഇക്വേഷൻ 7. ഇനി ഇക്വേഷൻ 7ൽ നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പോവുകയാണ്, ചില റീഅറേഞ്ച്മെന്റ്സ് വരുത്താൻ പോവാം. ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ 8 കിട്ടും. ഇക്വേഷൻ 7 ശ്രദ്ധിക്കുക. E of cell is equal to E0Cu2 plus bar Cu മൈനസ് അതിലുള്ള അപ്പർ സൈഡിലുള്ള E0Zn2 plus bar Zn ഇങ്ങോട്ട് കൊണ്ടുവരും, അത് ഒരുമിച്ച് ചേർത്ത് എഴുതുന്നു. ഇനി മൈനസ്
RT/2F മൈനസ് RT/2F കോമൺ ആയിട്ട് എടുക്കും. ശ്രദ്ധിക്കുക, മൈനസ് RT/2F കോമൺ ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവില്ല, അത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ മൈനസ് RT/2F എടുത്ത് അതിനുശേഷം തൊട്ടടുത്ത് സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ln1/CU2 പ്ലസ് മൈനസ് ln1/Zn2 പ്ലസ് ഇക്വേഷൻ 8 ശ്രദ്ധിക്കുക. ഓക്കെ, ഇക്വേഷൻ 8 അതെല്ലാം ഉണ്ട്, മനസ്സിലായല്ലോ. മൈനസ് RT/2F കോമൺ ആയിട്ട് എടുത്ത് സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയുള്ളത് ln1/CU2 പ്ലസ് മൈനസ് ln1/Zn2 പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇക്വേഷൻ 8 ക്ലിയർ ആയല്ലോ. ഇനി ഇക്വേഷൻ 8 ഒന്നുകൂടെ ശ്രദ്ധിക്കാം. തുടക്കം ഈ സെൽ ഈസ് ഈക്വൽ ടു E0CU2 പ്ലസ് ബാർ CU മൈനസ് E0Zn2 പ്ലസ് ബാർ Zn. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ മൈനസ് സിങ്ക് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണ് അല്ലെ, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണ്. അതുപോലെ തന്നെ ഇക്വേഷൻ 8 അവസാനത്തെ ഭാഗം സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ഭാഗം ശ്രദ്ധിക്കുക. ln1/CU2 പ്ലസ് മൈനസ് ln1/Zn2 പ്ലസ് log A മൈനസ് log B ഈസ് ഈക്വൽ ടു log A/B എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്, അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെ. log A മൈനസ് log B ഈസ് ഈക്വൽ ടു log A/B. അതും അവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ 9 കിട്ടും. ഞാൻ ശ്രദ്ധിച്ചു നോക്കൂ, എന്താ ഇക്വേഷൻ 9? E cell is equal to E0 cell minus RT/2F ln concentration of Zn2 plus by concentration of Cu2 plus. അപ്പോ ആനോഡിന്റെ കോൺസെൻട്രേഷൻ വന്നിട്ടുണ്ട്, ആനോഡിക് ഹാഫ് സെല്ലിലുള്ള ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ന്യൂമറേറ്ററിൽ വന്നിട്ടുണ്ട്, കാഥോഡിക് ഹാഫ് സെല്ലിലുള്ള ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഡിനോമിനേറ്ററിലും വന്നിട്ടുണ്ട്. ഇക്വേഷൻ 9. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് അതിന്റെ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഏത് കോൺസെൻട്രേഷനിലാണ് ഇലക്ട്രോലൈറ്റ് ഏതോ ആയിക്കോട്ടെ, ആ കോൺസെൻട്രേഷനിലുള്ള സെല്ലിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഇക്വേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇക്വേഷൻ 9 അതെല്ലാം നാച്ചുറൽ ലോഗരിതത്തിലാണ്. അതിന് നമ്മൾ log base 10 ഒന്ന് മാറ്റി എഴുതാൻ പോവാം. log base 10 ഒന്ന് മാറ്റി എഴുതാൻ പോവാം. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പൊ എന്ത് മാറ്റം വരും നോക്കാം. ഇക്വേഷൻ 10 ഒന്ന് ശ്രദ്ധിക്കാം. E cell is equal to E0 cell minus എന്താ പറഞ്ഞേ 2.303 RT/2F 2.303 അങ്ങനെ കാര്യം വന്നു അല്ലെ, ബൈ 2F log concentration of Zn2 plus by concentration of Cu2 plus. ഇക്വേഷൻ 10. വേറൊരു കാര്യം കൂടി അവിടെ മാറ്റം വരുത്താൻ പോവാം. ഒന്നുകൂടെ അതിനൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 10 ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ് എടുക്കുന്നതെങ്കിൽ, ആ കണ്ടീഷനിലാണെങ്കിൽ ഇക്വേഷൻ ഒന്നുകൂടി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ആ ടേം ശ്രദ്ധിക്കുക. 2.303 RT/F എന്ന് അതിൽ വരുന്നില്ല. 2.303 RT/F എന്നുള്ളത് 298 കെൽവിനിലെ 2.303 into 8.314 into 298 by 96,487 എന്ന് എല്ലാ ഓപ്പറേഷൻസും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.059 എന്നായിരിക്കും. 0.059 എന്നായിരിക്കും. ആ എന്ന് അതിൽ വന്നില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. അങ്ങനെ സംഗതി 0.059 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 10 ആയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇക്വേഷൻ 10 ഇക്വേഷൻ 11 ആയിട്ട് 11ന്റെ രൂപത്തിലേക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു. എന്താ 11ല്? ഈ സെൽ ഈസ് ഈക്വൽ ടു ഇനോട്ട് സെൽ മൈനസ് 0.059/2 ഡാനിയൽസ് ആയതുകൊണ്ട് N2 ആണല്ലോ, 2 log concentration of Zn2 plus by concentration of Cu2 plus. It's a very important equation. Put in a box. അത് നമുക്ക് പ്രോബ്ലത്തിനും ഒക്കെ ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് എഴുതേണ്ടത്. ഡാനിയൽ സെല്ലിന് വേണ്ടിയിട്ടുള്ള അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നേൺസ്റ്റ് ഇക്വേഷൻ, ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നേൺസ്റ്റ് ഇക്വേഷൻ ആണ് ഇലക്ട്രോലൈറ്റ് ഏത് കോൺസെൻട്രേഷൻ ആണെങ്കിലും. മനസ്സിലായല്ലോ? സിങ്ക് സൾഫേറ്റിന്റെയോ കോപ്പർ സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ അതാത് സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡാറ്റാസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഈ ഡെറിവേഷൻ ത്രൂ ഔട്ട് ഡെറിവേഷൻ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. N നമ്മൾ കോമൺ ആയിട്ടാണ് എടുത്തിരുന്നത്. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ കാര്യത്തിലാണെങ്കിൽ Cu2 പ്ലസ് ആ ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു, സിങ്ക് ഇലക്ട്രോണിലും 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് കാഥോഡിലും ആനോഡിലും ഈക്വൽ ആണ്. അങ്ങനെ ആകുമ്പോൾ
ഒരു കോമൺ ടേം എടുത്തു RT/NF കോമൺ ആയിട്ട് അല്ലെങ്കിൽ RT/2F കോമൺ ആയിട്ട് എടുത്തിരുന്നു അല്ലെ. അപ്പോ N കോമൺ ആയിട്ട് എടുക്കണമെങ്കിൽ കാഥോഡ് 2 ഇലക്ട്രോഡിലും ട്രാൻസ്ഫർ ചെയ്യുന്ന ഇലക്ട്രോഡിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. അത് എല്ലാ ഇലക്ട്രോഡിലും അങ്ങനെ ആവണമെന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും നോക്കാം. ഈ ഒരു റിയാക്ഷൻ സെൽ റെപ്രസെന്റേഷൻ പരിഗണിച്ച് നോക്കൂ. നിക്കലും സിൽവർ ഇലക്ട്രോഡുമാണ്. നിക്കൽ ഇലക്ട്രോഡ് ആനോഡായിട്ടും സിൽവർ ഇലക്ട്രോഡ് കാഥോഡായിട്ടുമാണ് എടുത്തിരിക്കുന്നത് അല്ലെ. നിക്കൽ അവിടെ 2 ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സിൽവർ എത്ര ഇലക്ട്രോണിനെ മോണോപോസിറ്റീവ് ചാർജ് ആയോണാണ് 1 ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പൊ രണ്ടിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് ചെറിയൊരു പ്രോബ്ലം വരും ഡെറിവേഷന്റെ സമയത്തൊക്കെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ. അപ്പൊ അത് മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ കോമൺ ആക്കണം. ഈ കേസിൽ സിൽവറിന്റെ ഭാഗത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രേ ചെയ്യേണ്ടുള്ളൂ. സിൽവറിന് എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ റിയാക്ഷൻസ് നോക്കൂ. Ni പ്ലസ് 2Ag പ്ലസ് Ag പ്ലസിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഗീവ്സ് Ni2 പ്ലസ് പ്ലസ് 2Ag. അങ്ങനെയാണ് വരിക. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റം അവിടെ ഉണ്ടാവുന്ന നേൺസ്റ്റ് ഇക്വേഷനിലും ഉണ്ടാവും. ചോദ്യം ഇങ്ങനെ ചോദിക്കാം. ഈ സെല്ല് റെപ്രസെന്റേഷൻ തരും, നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറയും. സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യം തന്നെ ചോദിക്കാറുണ്ട്. നിക്കൽ ഇലക്ട്രോഡും സിൽവർ ഇലക്ട്രോഡും ആ ഫസ്റ്റ് തന്ന റെപ്രസെന്റേഷൻ തരും, എന്നിട്ട് അതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറയും. സിമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞാൽ N കോമൺ ആയിട്ട് മാറ്റണം. ക്ലിയർ ആയല്ലോ? എന്നിട്ട് അതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ആ നേൺസ്റ്റ് ഇക്വേഷൻ പരിശോധിച്ച് നോക്കുക. എന്താണ്? ഈ സെൽ ഈസ് ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് RT/2F. N 2 തന്നെ ആക്കി. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 2 തന്നെ ആക്കി അല്ലെ. RT/2F ln കോൺസെൻട്രേഷൻ ഓഫ് Ni2 പ്ലസ്. നിക്കലാണ് ആനോഡ്. അപ്പൊ അതിന്റെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് സ്ക്വയർ. എന്തുകൊണ്ടാണ് സ്ക്വയർ വന്നത്? ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. എങ്ങനെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? കോഷ്യന്റ് ഒക്കെ പവർ ആക്കിയിട്ട് എഴുതുന്ന ഒരു ശീലം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല. അപ്പൊ 2Ag പ്ലസ് എന്നുള്ളത് ഇവിടെ വന്നപ്പോ എന്തായി? Ag പ്ലസ് സ്ക്വയർ ആയിട്ട് എഴുതണം നേഴ്സ്റ്റ് ഇക്വേഷനകത്ത്. അത് ശ്രദ്ധിക്കണേ. കാൽക്കുലേഷനും ഒക്കെ അത് വരും. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സന്ദർഭങ്ങൾ. ഇനി നമുക്കൊരു ജനറൽ റിയാക്ഷൻ നമുക്ക് നോക്കാം. A മോൾസ് ഓഫ് ആ ഇക്വേഷൻ ശ്രദ്ധിക്കാം. A മോൾസ് ഓഫ് A പ്ലസ് B മോൾസ് ഓഫ് B gives C മോൾസ് ഓഫ് C പ്ലസ് D മോൾസ് ഓഫ് D. അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം അവിടെ കാണിച്ചിട്ട് N ഇലക്ട്രോൺ. ആരോടെ മുകളിൽ കണ്ടല്ലോ N ഇലക്ട്രോൺ. ഓക്കെ. ഇനി അതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താ വരുന്നത്? ഈ സെൽ ഈസ് ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് RT/NF ln Q. ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, റിയാക്ഷൻ കോഎഫിഷ്യന്റ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇക്വിലിബ്രിയത്തില്. അതൊക്കെ ഓർത്തെടുക്കുക. ഓക്കെ. അപ്പൊ അത് നമുക്ക് ജനറൽ ആയിട്ട് എഴുതുമ്പോൾ ഏത് രൂപത്തിലേക്ക് വരും? ഈ സെൽ ഈസ് ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് RT/NF ln കോൺസെൻട്രേഷൻ ഓഫ് C⁻C into concentration of D⁻D divided by concentration of A⁻A into concentration of B⁻B. ഒരിക്കൽ കൂടി ഇക്വിലിബ്രിയത്തിൽ പഠിച്ച കാര്യങ്ങൾ ഇതുമായി ചേർത്ത് വായിക്കണം. ആ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക. ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചോദിക്കുക? നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ. ആ പ്രോബ്ലം ഒന്ന് വായിക്കൂ. എന്താ പ്രോബ്ലം? റെപ്രസെന്റ് ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇക്വേഷൻ വന്നിട്ടുണ്ട് Mg പ്ലസ് 2Ag പ്ലസ് ബ്രാക്കറ്റിൽ Ag പ്ലസിന്റെ കോൺസെൻട്രേഷൻ വന്നിട്ടുണ്ട് അല്ലെ. എത്രയത്? 0.0001 മോളാർ ഗീവ്സ് Mg2 പ്ലസ് മഗ്നീഷ്യം ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ വന്നിട്ടുണ്ട് 0.130 മോളാർ പ്ലസ് 2Ag. അപ്പോ അതുപോലെ കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ സെൽ. സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെൽ തന്നിട്ടുണ്ട് 3.17 വോൾട്ട്. ഇത്രയാണ് പ്രോബ്ലം. എന്തൊക്കെയാണ്? അപ്പോ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇക്വേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അതിൽ ഏതാണ് ആനോഡ്, ഏതാണെന്ന് കാഥോഡ് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഏതാ ആനോഡ്, ഏതാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, അതാണ് ആനോഡ്. ബേസിക് ആയിട്ടുള്ള ഒരു ആശയമാണ്, അറിയാലോ. അത് മഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആണല്ലോ അല്ലെ. അപ്പൊ മഗ്നീഷ്യമാണ് ആനോഡ്. അപ്പൊ സ്വാഭാവികമായിട്ട് സിൽവർ എന്തായിരിക്കും? കാഥോഡ്. അപ്പൊ ആ ഇലക്ട്രോണിനെ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ രീതി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആനോഡ് അതിന്റെ കാര്യങ്ങൾ ആദ്യം എഴുതണം, കാഥോഡിന്റെ കാര്യങ്ങൾ പിന്നെ എഴുതണം. അപ്പൊ ആ റെപ്രസെന്റേഷൻ ശ്രദ്ധിക്കൂ.
mg മഗ്നീഷ്യമാണ് ആനോഡ്. അപ്പൊ mg ബാർ mg2 പ്ലസ് എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബ്രാക്കറ്റിൽ അതിന്റെ കോൺസെൻട്രേഷൻ കാണിക്കണം. 0.130 മോളാർ ആണല്ലോ. ആനോഡിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ ഡബിൾ ബാറിന് ശേഷം എന്ത് എഴുതണം? കാഥോഡിന്റെ ഡീറ്റെയിൽസ് എഴുതണം അല്ലെ. കാഥോഡ് സിൽവർ ആണ്. അപ്പൊ 2Ag അങ്ങനെ എഴുതാൻ കുഴപ്പമില്ല. Ag പ്ലസ് അതിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ ബ്രാക്കറ്റിൽ കാണിക്കുന്നു. 0.0001 മോളാർ കാണിക്കുന്നു. ബാർ Ag സോളിഡ്. മനസ്സിലായോ? സെൽ റെപ്രസെന്റ് ചെയ്ത് മനസ്സിലായല്ലോ. ആനോഡ് ഏത് കാഥോഡ് എന്ന് തിരിച്ചറിയണം. ആനോഡിന് ആദ്യം എഴുതണം, ഡബിൾ ബാർ കഴിഞ്ഞിട്ട് കാഥോഡിന്റെ കാര്യം എഴുതണം. കോൺസെൻട്രേഷൻ അതാത് സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ ബ്രാക്കറ്റിനകത്ത് സൂചിപ്പിക്കും. ഇനി അടുത്ത ഈ പ്രോബ്ലത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്താണ്? കാൽക്കുലേറ്റ് ദ ഈ സെൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഒരു ഭാഗം കൂടി ഉണ്ട്. സെൽ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, നേൺസ്റ്റ് ഇക്വേഷൻ ആണല്ലോ. അപ്പോ ഈ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്പോ ഈ സെൽ ഈസ് ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് ആർ ടി ബൈ 2f. 2 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 2 ആണ്, അല്ല അതുകൊണ്ട് 2f ln കോൺസെൻട്രേഷൻ ഓഫ് mg2 പ്ലസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഹോൾ സ്ക്വയർ. ഓർക്കുക, കോൺസെൻട്രേഷൻ Ag പ്ലസ് ഹോൾ സ്ക്വയർ ആണ്, കോൺസെൻട്രേഷൻ Ag പ്ലസ് സ്ക്വയർ ആണ് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതിലേക്ക് തന്നിരിക്കുന്ന എല്ലാ ഡാറ്റാസും കൊടുക്കുക. തന്നിരിക്കുന്ന ഈ നോട്ട് സെൽ തന്നിട്ടില്ലേ? 3.17 തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഈ ഇക്വേഷൻ 298 ഇപ്പോ എന്താ പറയാ, ടെമ്പറേച്ചറും പ്രത്യേകിച്ചും തന്നിട്ടില്ലെങ്കിൽ 298 കെൽവിനുള്ള ഇക്വേഷൻ എടുക്കാം. നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടല്ലോ. ഏതാ ഇക്വേഷൻ? ഈ സെൽ ഈസ് ഈക്വൽ ഇ നോട്ട് സെൽ മൈനസ് 0.059 ബൈ n, അതായത് ഇവിടെ 2 ലോഗ് കോൺസെൻട്രേഷൻ mg2 പ്ലസ് ബൈ കോൺസെൻട്രേഷൻ Ag പ്ലസ് ഹോൾ സ്ക്വയർ. ആ ഇക്വേഷൻ എടുക്കാം. അപ്പൊ എല്ലാത്തിലേക്ക് കൊടുക്കുക. അപ്പൊ നോക്കാം. ഈസ് ഈക്വൽ ടു 3.17 വോൾട്ട് മൈനസ് ഇ നോട്ട് സെൽ എന്ന് പറയുമ്പോൾ 3.17 മൈനസ് 0.059 ബൈ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് 0.13 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് 0.0001 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ എടുക്കും നമുക്ക് വാല്യൂ ആൻസർ കിട്ടും. ഇവിടെ വന്നിരിക്കുന്ന ആൻസർ 2.96 വോൾട്ട്. ഇവിടെ ഉദ്ദേശിച്ചത് ഇത്തരം പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ നേൺസ്റ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഫുൾ ഡെറിവേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സെൽ റെപ്രസെന്റ് ചെയ്തിട്ട് അതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. അതുപോലെ ഇങ്ങനെയുള്ള പ്രോബ്ലംസും ചോദിക്കാം. മനസ്സിലായല്ലോ? 4 മാർക്ക് വരെയൊക്കെ നേൺസ്റ്റ് ഇക്വേഷൻ മാത്രം മുൻപ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡെറിവേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഡെറിവേഷൻ പല പ്രാവശ്യം എഴുതിയിട്ട് വേണം പഠിക്കാൻ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും EMF ഓഫ് ദ സെല്ലിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. നേൺസ്റ്റ് ഇക്വേഷൻ വഴി അത് കാണാം. ഈ ഇക്വേഷൻ ശ്രദ്ധിക്കൂ. ഈ സെൽ ഈസ് ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 2.303 RT ബൈ 2f ലോഗ് കോൺസെൻട്രേഷൻ Z2 പ്ലസ് ബൈ കോൺസെൻട്രേഷൻ C2. നമുക്ക് പരിചയമുള്ള നേൺസ്റ്റ് ഇക്വേഷൻ ഇപ്പൊ നമ്മൾ ചെയ്തേ ഉള്ളൂ അല്ലെ. ഓക്കെ, ആ ഇക്വേഷൻ ശ്രദ്ധിച്ചിരിക്കുക. ഇക്വേഷൻ 1 ആണത്. അതിൽ നമ്മൾ ഡാനിയൽ സെല്ല് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും സിങ്ക് ആറ്റംസ് ഓക്സിഡൈസ് ചെയ്ത് Zn2 പ്ലസ് ആയി ലായനിയിലേക്ക് പ്രവേശിക്കും. അതേപോലെ കോപ്പർ ഇലക്ട്രോഡിൽ കോപ്പർ സൾഫേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന Cu2 പ്ലസ് അയോൺ 2 ഇലക്ട്രോണെ വീതം സ്വീകരിച്ച് റെഡ്യൂസ് ചെയ്ത് കോപ്പർ മെറ്റലിന്റെ മുകളിൽ ഡെപ്പോസിറ്റ്. ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. ഒരിക്കൽ കൂടി സിങ്ക് ഇലക്ട്രോഡിൽ Zn2 പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. കോപ്പർ ഇലക്ട്രോഡിൽ Cu2 പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതെങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ആ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. ആ ഇക്വേഷൻ 1 റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള അവസാന ഭാഗത്ത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണത്. റൈറ്റ് ഹാൻഡ് സൈഡിലെ അവസാന ഭാഗത്ത് കോൺസെൻട്രേഷൻ ടേംസ് വരുന്ന ഭാഗത്ത് നോക്കാം. കോപ്പർ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും സിങ്ക് ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ ഇക്വേഷൻ പ്രകാരം ഈ സെൽ അല്ലെങ്കിൽ EMF ഓഫ് ദ സെല്ല് മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. ഇപ്പൊ ഡാനിയൽ സെല്ല് മെല്ലെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ പൊട്ടൻഷ്യൽ മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങും. മനസ്സിലായല്ലോ? അങ്ങനെ ഇക്വിലിബ്രിയം എത്തുമ്പോൾ Zn2 പ്ലസിന്റെയും Cu2 പ്ലസിന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആവും. ആ ഇക്വിലിബ്രിയം എത്തുമ്പോൾ
സെൽ പൊട്ടൻഷ്യൽ 0 റീഡിംഗ് ആണ് കാണിക്കുക. പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് കിട്ടുക അറ്റ് ഇക്വിലിബ്രിയം. ഗ്രാജുവലി കുറഞ്ഞ് അവസാനം ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ 0 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇക്വേഷൻ 1ലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ഈ രണ്ടാമത്തെ രൂപത്തിലേക്ക് മാറും. മനസ്സിലായല്ലോ? ഇ ഓഫ് ദ സെൽ, EMF ഓഫ് ദ സെൽ അത് 0 ആയിട്ട് മാറും. ഈക്വൽ ടു 0 ഈക്വൽ ടു ഇ നോട്ട് സെൽ, ആ ഇക്വേഷന്റെ ബാക്കി ഭാഗം, ഒന്നാമത്തെ ഇക്വേഷന്റെ ബാക്കി ഭാഗം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്തായിട്ട് മാറും? ഇ നോട്ട് സെൽ ഈസ് ഈക്വൽ ടു 2.303 RT by 2F log concentration of Zn2 plus by concentration of Cu2 plus എന്ന് കിട്ടും. ഇക്വേഷൻ 3. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus divided by concentration of Cu2 plus at equilibrium, നമ്മൾ അതിനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്നെടുക്കുന്നു. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആയിട്ട് എടുക്കും. അത് നമ്മൾ ഇക്വേഷൻ 3ലേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ ഇക്വേഷൻ 3 എന്തായിട്ട് മാറും? ഇ നോട്ട് സെൽ ഈസ് ഈക്വൽ ടു 2.303 RT by NF log Kc എന്നായിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക, അവിടെ Kc ഉണ്ട്, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇ നോട്ട് സെൽ ഉണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെല്ലിനെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ ഗിബ്സ് എനർജിയെയും സെൽ പൊട്ടൻഷ്യലിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇലക്ട്രിക്കൽ വർക്ക് ഡൺ, ഇവിടെ സംഭവിക്കുന്ന ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് ബൈ ചാർജ് പാസ്ഡ്. ഇപ്പൊ അതിനകത്തുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇ ആണ്. നമ്മൾ EMF ഓഫ് ദ സെൽ ആണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിലൂടെ പാസ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് NF ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഇൻറ്റു ഫാരഡേ. അതാണ് ടോട്ടൽ ചാർജ് പാസ്ഡ്. പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത് ഇലക്ട്രിക്കൽ വർക്ക്, അവിടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നു ഫ്രീ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഫ്രീ എനർജി കുറയുന്നു. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഫ്രീ എനർജി കുറഞ്ഞ് അതെന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് നോക്കാം, ദ റിവേഴ്സിബിൾ വർക്ക് ഡൺ ബൈ എ ഗാലനിക് സെൽ ഈസ് ഈക്വൽ ടു ദ ഡിക്രീസ് ഇൻ ഇറ്റ്സ് ഫ്രീ എനർജി. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വേണമെങ്കിൽ കാണിക്കും. മൈനസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു NFE. മൈനസ് ഡെൽറ്റ ജി ആകുമ്പോൾ ഡിക്രീസ് ഇൻ ഫ്രീ എനർജി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ വർക്ക് ദാറ്റ് ഈസ് NFE. അല്ലെങ്കിൽ ഈ രൂപത്തിൽ എഴുതാം, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NFE. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NFE. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഡെൽറ്റ ജി നോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് NFE നോട്ട്. മനസ്സിലായല്ലോ? ഇതാണ് ഫ്രീ എനർജിയെയും സ്റ്റാൻഡേർഡ് ഫ്രീ എനർജിയെയും ഇലക്ട്രിക്കൽ വർക്കിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും ഗിബ്സ് എനർജിയെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും ഗിബ്സ് എനർജിയെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. നമുക്ക് ആൾറെഡി കിട്ടിയ ഇക്വേഷൻ ചെക്ക് ചെയ്യാം. ഈ ഇക്വേഷൻ 1 നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തേ ഇക്വേഷൻ 2 തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തേ. മനസ്സിലായല്ലോ? ഈ രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, രണ്ടും ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 3 ഡെൽറ്റ ജി നോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് RT ln Kc. ഡെൽറ്റ ജി നോട്ട് ഈസ് ഈക്വൽ ടു, അവിടെ R എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ്, ഫ്രീ എനർജി ഓഫ് റിയാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ ജി നോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് RT ln Kc ഓർ ln K. അപ്പൊ ഇവിടെ ഫ്രീ എനർജിയെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയുമാണ് ഈ ഇക്വേഷൻ കണക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോ പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന്, ഈ കാണുന്ന ഇക്വേഷൻ എന്തിനെ കണക്ട് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെല്ലിനെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്യുന്നു. ഈ ഇക്വേഷനോ ഫ്രീ എനർജി ചേഞ്ചിനെയും ഇലക്ട്രിക്കൽ വർക്കിനെയും അല്ലെങ്കിൽ EMF ഓഫ് ദ സെല്ലിനെ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെല്ലിനെയും കണക്ട് ചെയ്യുന്നു. ഈ അവസാനത്തെ ഇക്വേഷനോ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ചിനെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നേഴ്സ്റ്റ് ഇക്വേഷൻ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സെൽ പൊട്ടൻഷ്യലും കാണാനുള്ള നേഴ്സ്റ്റ് ഇക്വേഷൻ, കൂടാതെ നമ്മളിപ്പോൾ ഇവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഈ 3 ഇക്വേഷൻസ്, EMFനെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, EMFനെയും ഫ്രീ എനർജിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ്. ഇത്രയുമാണ് ഈ സെഷനിലുള്ളത്.
അപ്പോൾ ഡെറിവേഷൻസ് ആണ്, കൃത്യമായിട്ട് അത് എഴുതി തന്നെ പരിശീലിക്കണം. ഓക്കെ, എല്ലാ വിജയാശംസകളും നേരുന്നു.